ഈ സീസണെ സംബന്ധിച്ചിടത്തോളം തിങ്കളാഴ്ചകൾ എപ്പോഴും ഒരു തരം ട്രോമയാണ് ആ വീട്ടിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പലതരം പ്രശ്നങ്ങളാണ് തിങ്കളാഴ്ച ദിവസം വരുന്നത്. അതിനുള്ള റീസൺസ് ഉണ്ട്. ലാലേട്ടൻ വന്നു പോകുന്ന ശനി ഞായറത്തെ 2 വീക്കെൻഡ് എപ്പിസോഡുകൾക്ക് ശേഷം അവിടെ നിന്നും പുറമേ നിന്നുള്ള പല ക്ലൂസും ലാലേട്ടൻ്റെ പല സംസാരത്തിൽ നിന്നും ഈ വീട്ടിലുള്ളവർക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അവരതിനെ പറ്റിയിട്ട് ഓവർ തിങ്ക് ചെയ്ത് എനിക്ക് പുറത്ത് ഇങ്ങനെ ഒരു ഇമേജ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രേക്ഷകർ എന്നെ പറ്റിയിട്ട് ജഡ്ജ് ചെയ്യുന്നത് ഇത്തരത്തിലായിരിക്കും, ഞാൻ ഉദ്ദേശിച്ചത് പുറത്തേക്ക് പോയിരിക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുകയും അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ഓവർ തിങ്ക് ചെയ്ത് കൂട്ടുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് തിങ്കളാഴ്ചകളിൽ ഇത്തരം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ ആ വീടിൻ്റെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസത്തിൻ്റെയോ പ്രശ്നമല്ല അത്. പക്ഷെ അവിടെ കുറച്ച് ആളുകൾ സംസാരിക്കുന്ന കേട്ടിരുന്നു, പവർ റൂമിലേക്ക് കയറിയതിന് ശേഷം പവർ റൂമിന് എന്തോ പ്രശ്നമുണ്ട്, പവർ റൂമിൽ എന്തൊക്കെയോ വിഷയമുണ്ട്, ചാത്തനും മാടനൊക്കെ അടക്കി വാഴുകയാണ് പവർ റൂം എന്നുള്ള രീതിയിലൊക്കെ ശരണ്യൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന കണ്ടിരുന്നു. ഒന്നുമല്ല, കഴിഞ്ഞ തവണ രശ്മിൻ്റെ ആ ഒരു പ്രശ്നവും പവർ റൂമിൽ കയറിയതിന് ശേഷം രശ്മിന് ഹോസ്പിറ്റലിൽ പോകേണ്ട വന്നു. ഇപ്പോൾ ദേ പൂജയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട വന്നു. അതോടൊപ്പം ജാൻമണി ഔട്ടായി പോകുന്നു. സിബിന് വേറെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി, സിബിൻ ഒരു ട്രോമയിലേക്ക് പോകുന്നു. ഇതെല്ലാം കൂടെ കൂടിയിരുന്ന് അനലൈസ് ചെയ്തിട്ട് ഇവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റിസൾട്ടാണ് ഈ പറയുന്നത്. പവർ റൂം ഭയങ്കര പ്രശ്നമാണ്, തിങ്കളാഴ്ച ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ ഉള്ളത്. അല്ല, ഇതിൻ്റെ പുറമെയുള്ള ലോജിക്കിനെ പറ്റിയിട്ടൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. ജാൻമണിയൊക്കെ നല്ല രീതിയിൽ കളിച്ചില്ല, അതുകൊണ്ടിട്ട് പുറത്തു പോയി. അതുപോലെ സിബിൻ്റെ ഭാഗത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് പണിഷ് ചെയ്യേണ്ട വന്നു. റസ്മിനും ആ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നത് റാൻഡമായിട്ടാണ്. പൂജയ്ക്കും ഈ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഓൾറെഡി കുറച്ച് ബാക്ക് പെയിനും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കുറച്ച് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് ശരീരം അനങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു എന്നല്ലാതെ ആ വീട്ടിൽ ഇവർ സംസാരിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുത്തി തീർക്കാനായിട്ട് നോക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ അവിടെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഒരു ഇതുപോലെയുള്ളൊരു ട്രോമയും കാര്യങ്ങളും ഒരു അവസ്ഥയൊക്കെയായിരുന്നു. കാരണം ആ വീക്കിൽ ഉണ്ടായിട്ടുള്ളത് ലാലേട്ടൻ അവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കും, കുറച്ച് പ്രേക്ഷകരുടേതായുള്ള കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ അവിടെ വായിക്കുകയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ കുറച്ച് ട്രോമകളും കാര്യങ്ങളും അവർക്കും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അവസ്ഥ ഒരു കൂട്ടം ആൾക്കാർ മാറി നിന്നൊരു മൂലയ്ക്ക് ഇരുന്നിട്ട് അനലൈസ് ചെയ്യുകയും അതൊരു ഡ്രാമയാണെന്ന് വിധി എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിന്ന അതേ ടീം തന്നെ ഇന്നലെ സിബിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് വിഷമം തോന്നുകയാണ്. സിബിൻ ഒരു നല്ല പ്ലെയർ ആയിരുന്നു, എന്ത് മോശം അവസ്ഥയിലൂടെയാണ് പോകുന്നത്, ആർക്കാണെങ്കിലും ഇത്തരം അവസ്ഥയൊന്നും ഒരു മനുഷ്യനും വരരുത് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പം എന്തൊരു ഡബിൾ സ്റ്റാൻഡേർഡാണ് അവർക്ക് എന്ന് തോന്നിപ്പോയി. കാരണം മറ്റൊരാളുടെ മാനസികാവസ്ഥ വീണ്ടും ഗെയിമിലേക്ക് എടുത്തിടുകയും അവരെ വീണ്ടും കുത്തുകയും ചെയ്യുന്ന അതേ ആളുകൾ അവർക്കിഷ്ടമുള്ള കണ്ടസ്റ്റൻസിന് ഇതേ ഒരു അവസ്ഥ വരുമ്പോൾ വേറൊരു രീതിയിൽ ചിന്തിക്കുന്നു. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിബിൻ ചെയ്താൽ ആഹാ, ജാസ്മിൻ ചെയ്താൽ ഓഹോ, ഇതാണ് ഇന്നലത്തെ എപ്പിസോഡിൽ അവിടെ നടന്നിട്ടുള്ളത്. ഇത് ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 44 43ാമത്തെ ദിവസമാണ്. തുടക്കത്തിൽ 19 പേരും അവസാനത്തിൽ 18 പേരുമായ എപ്പിസോഡായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. ജാസ്മിൻ്റെയും ഗബ്രിയുടെയും സിറ്റുവേഷൻ നാടകമാണെന്നും സിബിൻ്റേത് നാടകമല്ലെന്നും ഒക്കെ പറയാനായിട്ടുള്ള അവകാശമൊന്നും ആർക്കുമില്ല. കാരണം ഈ പറയുന്ന പല ആളുകളുടെയും അന്തം ഫാൻസ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് പുറത്ത്. ആ ഒരു ഇമ്പാക്റ്റ് കണ്ടിട്ടാണ് മറ്റ് പലരും ഇവരെയൊക്കെ ജഡ്ജ് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഈ ഒരു മെൻ്റൽ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു തരം ട്രോമയാണത്. അത് മറ്റൊരാൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ വലിയ പാടാണ്. അതുകൊണ്ടിട്ട് തന്നെ സിബിൻ്റേത് നാടകമാണെന്നൊന്നും പറയുന്നില്ല. അതുപോലെ ജാസ്മിൻ്റേത്, സിബിൻ ഉൾപ്പെടെയുള്ള ആളുകൾ നാടകമാണെന്ന് പറഞ്ഞപ്പം ഇത് നേരെ തിരിഞ്ഞ് ഇന്ന് ഈ ഒരു സിറ്റുവേഷൻ ഇവർക്ക് സംഭവിക്കുമെന്ന് അവരന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഗെയിമിൻ്റെ ഒരു പാർട്ടായിട്ട് അതും ഇതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവാം. പക്ഷേ ഒരാൾ ഇത്തരം മോശം അവസ്ഥയിൽ നിൽക്കുമ്പോൾ അത് ഡ്രാമയാണോ അല്ലയോ എന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാനുള്ള കഴിവില്ല. പക്ഷെ അയാളുടെ ആ മോശം അവസ്ഥയെ വീണ്ടും പോയി അയാളിലേക്ക് കുത്തി കൊടുക്കുന്നത് ഭയങ്കര മോശമായ ഒരു സിറ്റുവേഷനാണ്. പക്ഷേ കഴിഞ്ഞ വീക്കിൽ ജാസ്മിനും ഗബ്രി ഈ സിറ്റുവേഷൻ അനുഭവിച്ചപ്പോൾ ആ വീട്ടിലെ മെജോറിറ്റി ആളുകൾ ചെയ്തത് അവരെ വീണ്ടും തിരിച്ചു കുത്തുക എന്നുള്ളതായിരുന്നു. വളരെ കുറച്ച് ആളുകളെ അവരുടെ കൂടെ നിന്നിട്ടുള്ളൂ. പക്ഷേ ഇന്നലെ സിബിൻ്റെ ആ ഒരു അവസ്ഥ വന്നപ്പം ഈ പറയുന്ന ജാസ്മിൻ അടക്കം പോയി സിബിനോട് സംസാരിക്കുകയും സിബിൻ്റെ അടുത്ത് ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ പൂജയുടെ സിറ്റുവേഷൻ, പൂജ ഒരു നല്ല കാലിബർ ഉള്ള ഒരു ഗെയിമറായിരുന്നു, നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. വന്ന 2-3 ദിവസത്തേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സ് കൂടെ തന്നിട്ടുള്ള ഒരാളാണ് പൂജ. പക്ഷേ അതിനുശേഷം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് സിബിൻ്റെ ഒരു നിഴലായിട്ട് മാറിപ്പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നെങ്കിലും പവർ റൂമിൽ നിന്നുകൊണ്ട് തൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടിട്ട് പല നിലപാടുകളും വിളിച്ചു പറയാനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് പൂജ. ലാലേട്ടൻ വന്ന എപ്പിസോഡിലൊക്കെ ആണെങ്കിലും സ്വന്തമായിട്ടുള്ള നിലപാടുകൾ എക്സ്പ്രസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. മറ്റുള്ള ഒരാളുടെ വോയിസ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യാതെ
സ്വന്തം നിലപാട് തന്നെ പറയാനൊക്കെ ആയിട്ട് നോക്കിയിട്ടുണ്ട്. ശ്രീതു ക്യാപ്റ്റനായിട്ട് സ്ഥാനമേൽക്കുകയാണ്. ശ്രീതുവിന് ജിൻഡോ തന്റെ ബാൻഡ് അഴിച്ചിട്ട് ശ്രീതുവിന് കൊടുക്കുകയാണ്. മേ ബി ഈ ഒരു വീക്ക് ശ്രീതുവിനെ കുറെ കൂടി എക്സ്പോസ് ചെയ്യപ്പെട്ടേക്കാം. ക്യാപ്റ്റൻസി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉൾവലിഞ്ഞ് നിൽക്കുന്നവരുടെയൊക്കെ ഉള്ളിലെ ആ ഒരു കാലിബർ എന്താണെന്നോ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ എന്താണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആവാറുണ്ട്. അവരെന്താണെന്നുള്ളത് നിലവിലെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണെങ്കിൽ ശ്രീതു ഒന്നും എന്താണെന്ന് പ്രേക്ഷകർക്കൊന്നും മനസ്സിലായിട്ടില്ല. അവിടെ ആകെ ശ്രീതു ചെയ്യുന്നു അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് ശ്രീതുവിനൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അർജുൻ്റെ കൂടെയുള്ള ഒരു കോംബോയും അവരുടെ കുറച്ച് ക്യൂട്ട് മൊമെന്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കിട്ടുന്നുള്ളൂ. അതിനപ്പുറം ഒരു രീതിയിലുള്ള കണ്ടന്റുകളും ശ്രീതു ഒന്നും ആ വീട്ടിൽ നിന്ന് തന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക ആയിരുന്നു ഈ കുറച്ച് വീക്കുകളായിട്ട്. പക്ഷേ ഇപ്പോൾ ഇനി ഒരു ക്യാപ്റ്റൻസി എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ശ്രീതുവിൻ്റെയൊക്കെ കാലിബർ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സാധ്യതകൾ കാണുന്നുണ്ട്. ഓർമ്മശക്തി എന്ന് പറയുന്ന ഒരു ടാസ്ക് വഴി ഗബ്രി പവർ റൂമിലേക്ക് കയറുകയാണ്. കാരണം പവർ റൂമിലുള്ള സ്ട്രെങ്ത് വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാൻമണി പോയപ്പോഴും പൂജ പോയപ്പോഴും അതിനുശേഷം സിബിനും പോയി എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പം അവിടെ ശ്രീരേഖ ജാൻമണിക്ക് പകരമായിട്ട് കയറുകയും പിന്നീട് ഒരാളും കൂടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഗബ്രി ഒരു ഗെയിം കളിച്ച് ആ ഗെയിം വഴി ഗബ്രി ജയിച്ച് തന്നെ നേടിയതാണ്. നല്ല അത്യാവശ്യം ആ ഒരു ടാസ്ക് കാണുന്ന ആൾക്കാർക്ക് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പറയുകയും അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദിക്കുകയും അതിന് ആൻസർ പറയുകയൊക്കെ ചെയ്യുന്ന ഒരു ടാസ്ക് ആയിരുന്നു അത്. പക്ഷെ ആ ഒരു സ്റ്റോറി കേൾക്കുന്ന സമയത്ത് ആർക്കാണെങ്കിലും എന്താണിത്, എങ്ങനെയാണിത് പറയുക എന്നുള്ള രീതിയിലേക്ക് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ അതിൽ തന്നെ 3 പോയിന്റ് വാങ്ങിയിട്ടാണ് ഗബ്രി ആ ഒരു പവർ റൂമിൽ കയറിയിട്ടുള്ളത്. ഗബ്രിക്ക് നല്ലൊരു കാലിബറും കാര്യങ്ങളും അത്തരത്തിലുള്ള കോൺസെൻട്രേഷൻ പവർ ഒക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ അത് എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റി ഇനിയിപ്പോൾ ആ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന കുറേ കൺഫ്യൂഷൻ കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഗെയിം പ്ലാന്റെ ഭാഗമായിട്ടൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം. എന്തായാലും കഴിഞ്ഞ വീക്കോട് കൂടിയിട്ട് ഗബ്രിയൊക്കെ എല്ലാ രീതിയിലും കളി മാറ്റി പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. നിലവിൽ കഴിഞ്ഞ ഇത്രയും വീക്കുകൾ ഗബ്രി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗെയിമിന്റെ പ്ലാനോ ഗെയിമിന്റെ രീതിയോ ആയിരുന്നില്ല. ഗെയിമൊക്കെ മാറ്റി പിടിക്കുകയാണ്. ഒരു രക്ഷയില്ലാന്ന് തോന്നിയിട്ടാണോ അതോ സ്വന്തമായിട്ടുള്ള ഒരു വാല്യുവേഷൻ ചെയ്തപ്പോൾ എന്തെങ്കിലും ഒരു ഇത് തോന്നിയിട്ടാണോ, എന്തിൻ്റെ പേരിലാണെങ്കിലും ആ ഒരു ഗെയിം ഒക്കെ മാറ്റി പിടിക്കുന്ന ഒരു ഇതാണ്. അതിൻ്റെ പേരിൽ ജാസ്മിൻ പക്ഷെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ജാസ്മിൻ വന്നിട്ട് ഗബ്രിയുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുകയാണ്. എന്നോട് പോലും നീ മാറുകയാണ്, നിനക്ക് ഈ വീട്ടിൽ ബാക്കി എല്ലാവരോടും ലിബറലായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ എൻ്റെ അടുത്ത് നീ ഭയങ്കരമായൊരു ഇത് കാണിക്കുകയാണ്, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയാണെന്നുള്ള രീതിയിലൊക്കെ ജാസ്മിൻ ഗബ്രിയോട് സംസാരിക്കുകയാണ്. ഗബ്രി അപ്പോഴും ഒരു മറുപടിയും ജാസ്മിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു നമ്മൾ ഇതെന്താണ് ഇവർ സംസാരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ. ഇനിയിപ്പോൾ ഗബ്രി ജാസ്മിൻ്റെ ഒരു സിറ്റുവേഷൻ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ റിയലൈസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കളി മാറ്റി പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജാസ്മിനെ ഇനി ഉപയോഗിക്കേണ്ട എന്നുള്ള ഒരു കാര്യങ്ങളിലേക്കാണോ വരുന്നതെന്ന് അറിയില്ല. നിലവിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പോകുന്ന ചർച്ചകൾ അങ്ങനെ തന്നെയാണ്. ഗബ്രി കൈ ഒഴിഞ്ഞു തുടങ്ങി, ഇപ്പം ജാസ്മിന് വേണ്ടാതെ ഉള്ള ഒരു രീതിയിലായി, കൈ ഒഴിഞ്ഞ മട്ടാണെന്നുള്ള ചർച്ചകളിലേക്കൊക്കെയാണ് ഈ ഒരു സീനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ പവർ റൂമിൽ കയറാനായിട്ട് നന്ദന, അബി, ഗബ്രി, ജിൻഡോ ഇവരൊക്കെ തമ്മിലായിരുന്നു ഒരു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. ജിൻഡോ രാവിലെ മുതൽ എണീറ്റിട്ട് എന്നെ ഒന്ന് പവർ റൂമിൽ കയറ്റാമോ, ഞാൻ ആ ടീം കുളം തോണ്ടിത്തരാം എന്നൊക്കെയുള്ള രീതിയിൽ പവർ റൂമിൽ കയറാൻ എന്താണ് വഴി എന്ന് നോക്കി നടക്കുമായിരുന്നു ജിൻഡോയൊക്കെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പവർ റൂം അല്ലെങ്കിൽ ക്യാപ്റ്റൻസി, എന്തെങ്കിലും എല്ലാവരെയും ഭരിക്കാനുള്ള ഒരു അവസരം ജിൻഡോയ്ക്കൊക്കെ വേണം. അല്ലാതെ ഒരു കോമൺ ആയിട്ട് അവിടെ നിന്ന് പോകാനൊക്കെ ആയിട്ട് വലിയ പാടാണ് ജിൻഡോനെയൊക്കെ സംബന്ധിച്ച്. അതുപോലെ പവർ റൂമിലേക്ക് കയറാനായിട്ട് തീരെ താല്പര്യം പ്രകടിപ്പിക്കാത്ത ആളുകളും ഇപ്പോഴും ആ വീട്ടിൽ നിലനിന്ന് പോകുന്നുണ്ട്. അവരൊന്നും അവരുടെ കളികൾ തുടങ്ങിയിട്ടില്ല എന്നുള്ളതോ അല്ലെങ്കിൽ അവർക്ക് കളി ഇല്ല ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ബിഗ് ബോസ് ചോദിച്ച് മടുത്തു കഴിഞ്ഞപ്പം സിബിൻ ലാസ്റ്റ് സൈക്കോളജിസ്റ്റിനെ കാണാനായിട്ട് സമ്മതിക്കുകയാണ്. സിബിൻ പറയുന്നത് എനിക്ക് വീട്ടിൽ നിന്ന് പോകാൻ നിലവിലൊരു കാരണവും ഇല്ല, ബട്ട് ആ ഒരു കാരണം ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് കിട്ടുകയാണെങ്കിൽ ഞാനതിന് റെഡിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് സൈക്കോളജിസ്റ്റിനെ കാണുകയും തിരിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഒരു കംബാക്ക് നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കഴിഞ്ഞ ആഴ്ച സിബിൻ്റെ തോളിൽ കൈയിട്ട് നിന്ന് സിബിനും സിബിൻ്റെ കുറച്ച് പരിവാരങ്ങളും അല്ലെങ്കിൽ സിബിൻ്റെ കുറച്ച് അടിമക്കണ്ണുകളും ചേർന്ന് നിന്നിട്ട് ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഇവിടുത്തെ സൈക്കോളജിസ്റ്റിനെ ബിഗ് ബോസിൻ്റെ സൈക്കോളജിസ്റ്റിനെ കുറ്റം പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഇതിലൊക്കെ ഭയങ്കരമായിട്ട് നേരെ വിപരീതമായിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണാത്ത കഥകളൊക്കെ കെട്ടുകഥകളായിരിക്കും എന്ന് പറയുന്ന അതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പം ആ ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കർമ്മ ഈസ് ബൂമറാങ് എന്നൊക്കെയുള്ള കുറേ കമൻറ്റുകളൊക്കെ ആ ഒരു സീനിൻ്റെയൊക്കെ താഴെ കാണുന്നുണ്ടായിരുന്നു.
പിന്നീട് ഉണ്ടായിരുന്ന ആസ് യൂഷ്വൽ മൺഡേയിലെ ചടങ്ങ് എന്ന് പറയുന്നത് നോമിനേഷൻ ആണ്. ക്യാപ്റ്റനും പവർ റൂമും അല്ലാത്ത ബാക്കിയുള്ള കുടുംബം മൊത്തം നോമിനേഷനിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അൻസിബയ്ക്കാണ്. പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് ഉൾവലിഞ്ഞു നിൽക്കുകയാണ്, ഗെയിം കളിക്കുന്നില്ല, അല്ലെങ്കിൽ വീട്ടിൽ പോകണം എന്നുള്ള ആഗ്രഹം വല്ലാണ്ട് പ്രകടിപ്പിക്കുന്നു എന്നൊക്കെയുള്ളതാണ്. ഞാൻ പറയുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് സംബന്ധിച്ച് അൻസിബയെ പോലെയുള്ള അവരൊന്നും അവിടെ ഒരു ഗെയിം ബിഗ് ബോസിന് അല്ലെങ്കിൽ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് വേണ്ടുന്ന ഒരു രീതിയിലുള്ള കണ്ടന്റുകളും തരാത്ത അൻസിബയൊക്കെ അവിടെ നിർത്തണം വേണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ വോട്ടിങ്ങിൽ ചിന്തിക്കേണ്ടത്. അതിനപ്പുറം അവിടെ കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുകയും കണ്ടന്റ് തരികയും എന്തെങ്കിലുമൊക്കെ വഴക്കും അടിയും തമ്മിത്തല്ലും കൂടിയിട്ടാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു സാധനം നമ്മളിലേക്ക് ഇട്ട് തരികയും ചെയ്യുന്നവരെ മാറ്റി നിർത്തി ഇങ്ങനെ പോവാൻ തിടുക്കം കാണിക്കുന്നവരെ പറഞ്ഞു വിടുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഇനിയുള്ള എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ ഇനിയുള്ള എവിക്ഷൻ പ്രോസസ്സുകളിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ അതുപോലെ പളപള തിളങ്ങുന്ന പല്ലുകൾ എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക് വരികയും അതിൽ ഒരു സ്പോൺസേർഡ് ടാസ്ക് ആയിരുന്നു. അതിൽ അഭിഷേക് എസ് ഒക്കെയാണ് ജയിച്ചിട്ടുള്ളത്. അഭിഷേകിന് ഒരു ട്രോഫി കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ ടോക്സിക്കിന്റെ പീക്കായിട്ട് വന്ന ഒരാളാണ് അഭിഷേക്. പക്ഷെ അതിനുശേഷം അഭിഷേക് ഇപ്പം കുറേയൊക്കെ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലും കുറേ ഒന്നും ഒരു കാര്യങ്ങളൊക്കെ ഫണ്ണാക്കി എടുത്തുകൊണ്ടിട്ട് ഒരു ദോഷത്തിനുമില്ല ഗുണത്തിനുമില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ അഭിഷേക് പോവുകയാണ്. ആദ്യത്തെ 2 ദിവസം അവിടെ കാണിച്ചു കൂട്ടിയ പെർഫോമൻസും ആളുമായിരിക്കില്ല ഇപ്പം ആ വീട്ടിലുള്ളത് എന്ന് തോന്നുന്ന കുറേ കാര്യങ്ങളാണ്. സിബിൻ അണ്ണ എന്തായാലും ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എപ്പിസോഡിന്റെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും സിബിൻ അണ്ണ തിരുമ്പി വന്നിട്ട് പുതിയ കളികൾ കാണാനും ചില കളികൾ പഠിപ്പിക്കാനും കുറേ ഒരു ഗെയിം പ്ലാൻ മൊത്തത്തിൽ മാറ്റി പിടിക്കാനുള്ള സാധ്യതകൾ സിബിന്റെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ട്. ജാസ്മിനെ മാത്രം ടാർഗറ്റ് ചെയ്ത ആ ഈ 2 ആഴ്ചത്തെ രീതി മാറ്റി പിടിക്കാനും മൊത്തത്തിൽ ലിബറലായിട്ട് കളിക്കാനും അല്ലെങ്കിൽ വേറെ രീതിയിൽ കളി മാറ്റി പിടിക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. കാരണം പുറത്തു പോകണം എന്ന് പറഞ്ഞ് സിബിൻ കരയുന്ന ഒരു സിറ്റുവേഷനിൽ സിബിൻ കൂടുതൽ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞ കാര്യം, ഞാൻ ഈ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്ത് പ്രേക്ഷകരിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, ഇതിനപ്പുറം എനിക്കൊരു ലൈഫ് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് ഇമേജ് കോൺഷ്യസ് ആയിട്ടാണ് സിബിൻ സംസാരിക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം മോശമായിരുന്നു എന്ന് മനസ്സിലാക്കി മാറാനുള്ള ഒരു സാധ്യതകളൊക്കെ കാണുന്നുണ്ട്.